ഡിമാൻഡ് ആലോചിച്ചിരിക്കുക. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഈ കല്യാണം നടക്കാൻ പാടില്ല. പടനിലത്ത് പത്മനാഭന്റെ അന്തസ്വാഭിമാനവും തകർന്നടിഞ്ഞു. അമ്മ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മ, ഞാനല്ല അവിടെ ഇരിക്കേണ്ടത്. പാറുവിനൊപ്പം അവിടെ ഇരിക്കേണ്ടത്. ഇനി അവനെ പിടിച്ച് അവിടെ ഇരുത്തണോ? എല്ലാം നശിപ്പിച്ചിട്ട് ഇനി വേദാന്തം പറയാൻ പോവാ. പറയുന്ന കേക്ക് പാറു. ഇനി പാറുന്റെ വലതു ഭാഗത്ത് നീരുന്നാ മതി. അമ്മ, ഞാൻ പറഞ്ഞു തീർന്നില്ല. ഏട്ടനിപ്പോ എന്താ പറയാനുള്ളത്? മോളെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങള്. ഞങ്ങൾ ഇവിടുന്ന് പോയത് പാറുവിന്റെ. നിങ്ങൾ എവിടെ പോയത് എങ്ങോട്ട് പോയത് എനിക്കറിയേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് താലികെട്ട് നടക്കണം. അമ്മ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒരു കാര്യം പറയണ്ട. അമ്മ, നിന്റെ അനീതിമാരെയും മണ്ണിന് വളമാകാതെ സംരക്ഷിച്ച എന്നെ തന്നെ നീ ചതിച്ചു. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും, നീ അതനുസരിക്കും. ഞാൻ ജീവിക്കുന്നെങ്കിൽ മരിക്കുള്ളൂ. അത് സിദ്ധാർത്ഥനൊപ്പായിരിക്കും. ഡോക്ടർ പാർവതി, ഡോക്ടർ സിദ്ധാർത്ഥ്, ഡോക്ടർ പാർവതി സിദ്ധാർത്ഥ്. നല്ല ചർച്ച അല്ലെങ്കിൽ ഏട്ടാ? പിന്നെ ഇതൊന്നും കണ്ട് ടെൻഷൻ ആവണ്ട കേട്ടോ. ഗിരിയേട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മുടെ കല്യാണം നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെ നടക്കും. ഗിരിയേട്ടനൊന്നും പറയണ്ട. ഗിരിയേട്ടനെ എനിക്ക് വിശ്വാസം. എനിക്ക് നിന്നോടൊരു അഭ്യർത്ഥനയുണ്ട്. പാറുവിന്റെ കല്യാണം നീ നിന്റെ സ്വന്തം വീട്ടിലെ കല്യാണം പോലെ മുന്നിൽ നിന്ന് നടത്തി തരണം. ഈ വരുന്ന മേടമാസത്തെ തന്നെ എന്നെ ഇന്ദ്രന്റെ കയ്യിൽ ഏൽപ്പിക്കും അച്ഛൻ. ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല. താൻ വെറുതെ ടെൻഷനാണ്. മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാനല്ല ഞാൻ തന്നെ സ്നേഹിച്ചത്. കൂടെ വന്ന കുഞ്ഞു പെണ്ണാള്, മാമ്പൂവിൻ ചിരിയുള്ള തേനെല്ലിക്കൊതിയുള്ള ചങ്ങാതിപ്പൂവേങ്ങു എന്റെ കരുണീലി കാവലന്ന് എന്തൊരു വിധിയായിരുന്നു. എല്ലാവരുടെയും കണ്ണില് ഞാനൊരു വലിയ ചതിയനാവാൻ പോവുക. ചടങ്ങുകൾ നടക്കട്ടെ. അപ്പച്ചി, നിങ്ങൾ പറഞ്ഞ പോലെ ചടങ്ങുകൾ നടക്കാൻ പോവാ.
ഗിരി, ഇപ്പൊ നീ കല്യാണത്തിന് സമ്മതിക്കുന്ന നല്ലത്. എന്താന്നറിയാമോ, നീ ഇപ്പൊ പാറുവിനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അമ്മാമ്മ പാറുവിനെ വേറെ ഒരാളെ കൊണ്ട് കെട്ടിക്കും. അതൊരു പക്ഷെ ഇന്ദ്രനെ കാട്ടി വലിയ ദുഷ്ടനായിരിക്കും. അതിന് നീ അനുവദിക്കല്ലേ. പാറുവിനെ നീ രക്ഷിക്കണം. അവളെ നീ തന്നെ വിവാഹം കഴിക്കണം. എല്ലാവരെയും ബോധ്യപ്പെടുത്താനായിട്ടൊരു വിവാഹം, അത് നടക്കണം. അത് കഴിഞ്ഞാൽ പാറ സുരക്ഷിതയോ. നിങ്ങൾക്ക് സിദ്ധാർത്ഥനെ കണ്ടെത്താനുള്ള സമയവും കിട്ടും. സാവകാശം സിദ്ധാർത്ഥനെ കണ്ടുപിടിക്കാം. പാറുവിന്റെ ആഗ്രഹം പോലെ തന്നെ പാറുവും സിദ്ധാർത്ഥനും തമ്മിലുള്ള വിവാഹവും നടത്താം. എന്താലോചിച്ചിരിക്കുക? ഈ വിവാഹത്തിന് സമ്മതിക്കരുത് ഗിരിയേട്ട. ഇത് വേണ്ടെന്ന് പറയ ഗിരിയേട്ട. എന്നോട് ക്ഷമിക്കണേ പാറു. നിന്നെ രക്ഷിക്കാനും നീ ആഗ്രഹിച്ചതുപോലെ ഡോക്ടറുമായിട്ടുള്ള വിവാഹം നടക്കാനും ഇതല്ലാതെ വേറെ മാർഗമില്ല. മോനെ, താലി കെട്ടെ.